ഹലോ എവരിവൺ, വെൽക്കം ടു മാർഗസ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഫെലനോപ്സിൻ്റെ ഗാർഡനാണ്. നമുക്കിപ്പോൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇപ്പോൾ വിരിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഡെൻഡ്രോബിയോ ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഇതൊക്കെ ഡെൻഡ്രോബിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫെലനോപ്സിൻ്റെ ഫ്ലവേഴ്സ് ഒന്ന് കാണാം. ഇതാണ് നമുക്ക് ഈ ഒരു സീസണിൽ ആദ്യമായിട്ട് വിരിഞ്ഞിട്ടുള്ള ഫെലനോപ്സിൻ്റെ സ്പൈക്ക് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 4 മാസമൊക്കെ ആയി ഇത് വിരിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഇതാണ് നമുക്ക് സ്ഥിരം എല്ലാ വർഷവും നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് വിരിയുന്ന ഒരു ടൈപ്പാണ്. നല്ല ബുഷിയായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് കിട്ടുന്ന ഒരു ടൈപ്പ് കൂടെയാണിത്. 2 സ്പൈക്കുകളാണ് നമുക്ക് എല്ലാ വർഷവും ഈ ഒരു പ്ലാന്റിൽ നിന്ന് സ്ഥിരമായിട്ട് വരാറുള്ളത്. ഇതാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ള 2 സ്പൈക്കുകൾ. എല്ലാം നല്ല ഓരോ ഫ്ലവേഴ്സിനും ഓരോ പാറ്റേണാണ് ഇതിന്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ പിങ്ക് ഷെയ്ഡ്, ആ ഒരു പിങ്ക് അല്ലെങ്കിൽ മെറൂൺ കളറ് കുറവാണ് ഇതിന്. അതേസമയം ഇവിടെ അതേ കണക്ക് തന്നെ. എന്നാൽ ഈ ഒരു ഫ്ലവർ നോക്കിയാൽ അതി കൂടുതലാണ്. അപ്പോൾ ഓരോന്നും ഓരോ പാറ്റേണാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓരോ ഫ്ലവറും ഓരോ ഡിസൈനായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു പ്ലാന്റ് വളരെ ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരു കാരണം. ഓരോ ഫ്ലവറും ഓരോന്നാണ്. അതുകൊണ്ടില്ലേ. അതുപോലെ തന്നെ ഇത് നമുക്ക് ഇപ്രാവശ്യം ഒരുപാട് നമുക്ക് സ്ഥിരമായിട്ട് എപ്പോഴും ഒരു വർഷത്തിൽ തന്നെ ഒരു 3-4 സ്പൈക്കുകളൊക്കെ വരുന്നതാണ്. ഇതെനിക്ക് ആദ്യം വന്ന സ്പൈക്കാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മാസത്തിന് മേളിലാവും അത് വാടി തുടങ്ങിയിട്ടുണ്ട് ഇത്. അതുപോലെ തന്നെ അതിന് ശേഷം വന്ന സ്പൈക്കാണിത്. പക്ഷേ ഇതിൽ വന്നിട്ട് ഇപ്പോൾ ഓന്തോ അരണ എന്തോ ചാടിയതോ എന്തോ ആണ്, പൂച്ചയോ എന്തൊക്കെയോ ചാടിയതാണ്, ഇത് ഒടിഞ്ഞു പോയി. അപ്പോൾ അതാണ് ഇത് ഇപ്പോൾ വാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റില്ല, ഒരുപാട് അങ്ങ് ഒടിഞ്ഞ് പോയി. പിന്നെ ഇത് സ്ഥിരമായിട്ട് ഫ്ലവർ ചെയ്യുന്നതല്ല. ഇതിപ്പോൾ ഒരു 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്പൈക്കാണിത്. ഇതിലിപ്പോൾ നല്ല ബ്രാഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സ്പൈക്കിൻ്റെ തന്നെ ബ്രാഞ്ചാണ് ഈ കാണുന്ന സൈഡിൽ കാണുന്ന 2 എണ്ണം. പിന്നെ ഈ ഒരു ചെടിയിൽ നിന്ന് വരുന്ന സ്പൈക്കാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫെലനോപ്സിൻ്റെ മറ്റൊരു മിനിയേച്ചർ വെറൈറ്റിയാണ്. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും നമുക്ക് നല്ലപോലെ ബൊക്ക പോലെ നമുക്ക് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്രാവശ്യം ഇതൊരു സ്പൈക്കാണ്, ഇതൊരു കൊലയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലായിട്ട് നമുക്കൊരു 3 സ്പൈക്ക് നമുക്ക് എക്സ്ട്രാ അല്ലാതെ വരുന്നുണ്ട്. ഇത് 3 സ്പൈക്കും പിന്നെ അതിൻ്റെ ബ്രാഞ്ചസോടുകൂടെ വരുന്നതാണ്. നമുക്ക് മിനിയേച്ചർ വെറൈറ്റീസ് ഇതുപോലെ ബ്രാഞ്ചായിട്ടാണ് നമുക്ക് വരാറുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു പ്ലാന്റിൻ്റെ തന്നെ തൈയിൽ നിന്ന് നമുക്ക് അതാണ്. ഇതിപ്പോൾ ഒരു 3 വർഷമായി ഇതിപ്പോൾ നമുക്ക് ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം അതുപോലെ തന്നെയാണ്. ഇതിൽ നമുക്ക് 3 സ്പൈക്കുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൽ നമുക്ക് 3 സ്പൈക്കുകളാണ്. ഒരു സ്പൈക്ക് വരുന്നു, വേറൊരു ചെറിയ സ്പൈക്ക് വരുന്നു, ഒരു സ്പൈക്ക് ഇവിടെ നമുക്ക് വിരിഞ്ഞു നിൽപ്പുണ്ട്. അപ്പോൾ അതും ബ്രാഞ്ചൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഡെൻഡ്രോബിയോ ആണ്. പിന്നെ നമുക്ക് ഇവിടെ മറ്റൊരു പ്ലാന്റാണ്. ഇത് നമുക്കിപ്പോൾ വിരിഞ്ഞിട്ട് ഏകദേശം ഒരു 6 മാസത്തിന് മേളിലാവും. ഇത് കാരണം ഇത് വാടാതെ നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് നേരത്തെ വന്നൊരു സ്പൈക്കാണ്. അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ തീർന്നിട്ടില്ല. ബാക്കിൽ നിന്നുള്ള ഫ്ലവേഴ്സ് വാടി കൊഴിഞ്ഞു പോകും. അതിനനുസരിച്ച് നമുക്കിവിടെ ഫ്രണ്ടിൽ നമുക്ക് വളർന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ തന്നെ നമുക്ക് മറ്റൊരു ബ്രാഞ്ചായിട്ട് അവിടെ ഇപ്പോൾ വന്നതാണിത്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് വേറൊരു പുതിയ സ്പൈക്ക്, അത് ഈ വർഷത്തെ സ്പൈക്കാണത്, അത് പുതിയ വരുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് ഈ ഒരു പ്ലാന്റാണ്. നമുക്ക് ഈ വർഷം വന്നതിൽ ഏറ്റവും നീളമുള്ള സ്പൈക്കാണിത്. ഇതാണ് പ്ലാന്റ്. ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഇങ്ങനെ നീളത്തിന് വന്നിട്ടുള്ള ഒരു സ്പൈക്കാണ്. ഈ ഒരു സ്പൈക്കിൽ തന്നെ നമുക്ക് ഒരുപാട് ബ്രാഞ്ചസും വേറെ വരുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് നല്ല വലിയ ബ്രാഞ്ചുകളാണ് വരുന്നത്. എല്ലാം വലിയ ഫ്ലവേഴ്സുമാണ്. ഈ നമ്മുടെ ഗാർഡനിലുള്ളതിൽ ഏറ്റവും വലിയ ഫെലനോപ്സിൻ്റെ ഫ്ലവറാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്പൈക്കും അത്രയ്ക്ക് തന്നെ വലുതാണ്, ഒരുപാട് ബ്രാഞ്ചൊക്കെ ആയിട്ട്. പിന്നെ ഇത് നമ്മുടെ ഡെൻഡ്രോബിയോ ആണ്. ഇതിപ്പോൾ നമ്മൾ ഒരു 8 മാസം മുമ്പ് നമ്മൾ മെച്യൂറായിട്ടുള്ളൊരു പ്ലാന്റ് മേടിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് 8 മാസം കൊണ്ട് തന്നെ നമുക്ക് അടുത്ത് ഫ്ലവർ ചെയ്ത് വന്നതാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് നമ്മുടെ ഗാർഡനിൽ വിരിയുന്നത്. പിന്നെ ഇത് നമ്മളൊരു മെച്യൂർ പ്ലാന്റ് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഇപ്പോഴാണ് നമുക്കൊന്ന് റെഡിയായി വന്നത്. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ ഗാർഡനിൽ ഫ്ലവർ ചെയ്യുന്നത്.